ഇത് വഴിയരികിൽ കണ്ടൊരു ചെടിയാണ്. ഈ ചെടിയുടെ പേരെന്നാളൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഈ സീഡ്സ് കണ്ടപ്പോൾ നല്ല ഉറപ്പുണ്ട് ഈ ഷെല്ലിനൊക്കെ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ സീഡ്സൊക്കെ മാറ്റി ആ ഷെല്ലിനെ കണ്ടപ്പം ഒരു പൂവിൻ്റെ ഷേപ്പ് തോന്നി. അങ്ങനെ വേറെ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലൂ പെയിൻ്റാണ്. ഫസ്റ്റ് ഇത് അടിച്ചു നോക്കിയപ്പോൾ തന്നെ നല്ല മാച്ചാണെന്ന് തോന്നി. നമ്മളെ നാട്ടിലൊക്കെ കാണുന്നൊരു ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അപ്പം അതുമായിട്ട് എനിക്കൊരു ചെറിയൊരു സിമിലാരിറ്റി തോന്നി. എക്സാക്റ്റ് അതുപോലെയൊന്നും അല്ല, എന്നാലും അങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് കമ്പിയിൽ വെച്ചിട്ട് ഞാനിത് സെറ്റ് ചെയ്യാൻ നോക്കി. ആ പരിപാടി ഫ്ലോപ്പായി. പിന്നെ എനിക്ക് തോന്നി ഇത് നല്ല ബോൾ പോലെ നല്ല നമ്മളെ തെച്ചീൻ്റെ പൂവൊക്കെ പോലെ കൊലയായിട്ട് നിൽക്കണമെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾ പെയിൻറ്റ് ചെയ്ത് അതിലൊട്ടിച്ച് വെക്കുമായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന്. അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ തെർമോക്കോളിൻ്റെ ബോൾ പെയിൻ്റ് അടിച്ച് ഇതിലൊട്ടിച്ചത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇത് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ 2-3 ആഴ്ചത്തെ അധ്വാനമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഓരോ ദിവസവും നമ്മളെ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ കിട്ടുള്ളല്ലോ. അപ്പം ഇത് ചെയ്യുമ്പോൾ ഒക്കെ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ചിലവർ ചോദിക്കും ഇതൊക്കെ പെയിൻ്റൊക്കെ വാങ്ങാൻ കുറേ ക്യാഷ് ആവില്ലേ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ഹോബി ചെയ്യുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. അങ്ങനെയാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ ഫ്ലവർ ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്കെന്തായാലും നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ കുറേ ബണ്ടിൽസ് ചെയ്യാൻ പറ്റി. ഈ ബണ്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം വെറുതെ ഇങ്ങനെ ബണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ലീഫും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഫോം ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ച് നോക്കി, അപ്പോൾ ഒട്ടും മാച്ച് ആവുന്നില്ല. അങ്ങനെയാണ് ചോളത്തിൻ്റെ തൊലി കുറച്ച് ഗ്രീൻ ഡൈ ചെയ്തത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എങ്ങനെ ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.